ദയവേത് ആരും സ്കിപ്പ് ചെയ്യല്ലോ കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെയാണോ, എല്ലാ കണ്ണൂരിൽ മാത്രമാണോ ഈ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരിക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വർഷം 2024 നമ്മുടെ ജനങ്ങളുടെ സമയത്തൊന്നും യാതൊരു വിലയും ഇല്ലേ, അല്ല വിലയും കൽപ്പിക്കുന്നില്ലേ നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് കണ്ണൂർ നടാല് റെയിൽവേ ഗേറ്റിലുള്ള ബ്ലോക്ക് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രാഫിക് എപ്പം നോക്കിക്കഴിഞ്ഞാലും പണ്ടാരടങ്ങിയ ട്രാഫിക്. അവിടെ ജനങ്ങളുടെ സമയത്തൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലേ നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നെ യാത്ര ചെയ്യുന്ന ടൈമിൽ കണ്ട പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും MLA യും MP മാരൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ അവരെ മുന്നിൽ എസ്കോട്ട്, അതുപോലെ തന്നെ സൈറൻ, അലാറം, അത് ഇത് എന്തൊക്കെയാണിത്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട സമയത്ത് വേണ്ട രീതിയിൽ എത്താനുള്ള സംവിധാനങ്ങൾ വേണ്ടേ? എല്ലാ പണ്ടാരടങ്ങിയ പിന്നെ ഫെസിലിറ്റീസും നാട്ടിലുണ്ട്. എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജി അടക്കം പിന്നെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പം ഇങ്ങനെയുള്ള റെയിൽവേ ഗേറ്റുകൾക്ക് മേൽപ്പാലങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ സ്ഥലം തന്നെയാണ്. ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇതിലൊന്നും യാതൊരുവിധ പങ്കുമില്ലേ? ഇതിലൊന്നും യാതൊരുവിധ ഇടപെടലും നിങ്ങൾക്ക് നടത്താൻ പറ്റൂലേ? ഇത് എത്രയാന്ന് സഹിക്കുക, എത്ര കണ്ടാന്ന് ഇത് സഹിക്കുക. കണ്ണൂർ താഴെച്ചുവ പിന്നെ റെയിൽവേ ഗേറ്റ്, അതുപോലെ തന്നെ കണ്ണൂർ നടാല് ഗേറ്റ്, അതുപോലെ തന്നെ ആനയിടുക്ക് ഗേറ്റ്. മറ്റുള്ള ജില്ലകളിലും ഇതുപോലെ തന്നെ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കണ്ട റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ ഒന്നും മേൽപ്പാലങ്ങൾ പണിയുന്ന സംവിധാനങ്ങൾ ഇപ്പൊ അടുത്തൊന്നും വരൂലേ? എന്താണ് അതിന് വേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ കേരള സർക്കാരിന് ചെയ്യാൻ പറ്റൂല എന്നാണോ? നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടെടുത്തോളം സത്യം പറഞ്ഞാൽ ഒരാൾക്കും ഒന്നും കഴിയില്ല. നമ്മുടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അത് മാർക്സിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടെടുത്തോളം ഇവിടെ നാഷണൽ ഹൈവേനെ സംബന്ധിച്ചിട്ടോ വല്ല റെയിൽവേനെ സംബന്ധിച്ചിട്ടോ എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികളെ കോർപ്പറേഷനിലോ അല്ല PWDയിലോ വിളിച്ച് പറയുന്ന ടൈമിൽ അവർ പറയുന്ന കേസാണ്, കയ്യൊയ്യാണ്. അവർ പറയുന്ന കേസാണ്. അതൊക്കെ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള സംഭവങ്ങളാണ്. കേന്ദ്രത്തിന്റെ പരിധിയിലാണ് നാഷണൽ ഹൈവേ, കേന്ദ്രത്തിന്റെ പരിധിയിലാണ് പിന്നെ ഈ റെയിൽവേ. ഇതിലൂടെ യാത്ര ചെയ്യുന്നത് മനുഷ്യന്മാരല്ലേ, കേരളത്തിലുള്ള മനുഷ്യന്മാരല്ലേ, കേന്ദ്രത്തിലുള്ള ആൾക്കാരല്ലല്ലോ ഇതിലൂടെ പിന്നെ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടെ. എന്തായാലും കേരള സർക്കാരിനെ കൊണ്ട് ഇതാവൂല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഇനി ഹിന്ദിയിൽ കുറച്ച് ഞാൻ സംസാരിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ട കുതിരയുടെ കയ്യിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക. अरे गडकरी जी, अरे मोदी जी, प्लीज हमको भी जाना है, टाइम पे जाना है, टाइम पे हॉस्पिटल जाना है, नहीं तो काम के लिए जाना है. हमें ऐसे इधर गेट बंद होते रहता है. क्या है? खाली आप लोगों को, मिनिस्टर को और यहाँ का MLA को MP को खाली ट्रैवल करना है क्या? हम लोग को कुछ किधर भी नहीं जाना है? अरे प्लीज इसमें कुछ करिए आप. पूरा दिमाग तो दही हो रहा है.